മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മെ പുതുക്കിപ്പണിയുന്നതാണ് എന്ന. ദൈവവചനം നമ്മെ നയിക്കുന്നത് പ്രബോധനം നൽകിക്കൊണ്ടാണ്, തെറ്റുതിരുത്തലുകൾ നൽകിക്കൊണ്ടാണ്, ശാസനം നൽകിക്കൊണ്ടാണ്, നീതിയിലുള്ള പരിശീലനം നൽകിക്കൊണ്ടാണ്. ദൈവവചനം നമ്മെ പുതിയ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നു. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ വചനം വായിക്കാറുണ്ട്, വചനം എഴുതാറുണ്ട്, വചനം പ്രാർത്ഥിക്കാറുണ്ട്. നമ്മോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം: എന്ത് മാറ്റം ദൈവവചന വായനയിലൂടെ, ദൈവവചന പഠനത്തിലൂടെ, ദൈവവചനത്തിൻ്റെ എഴുത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു? നമ്മുടെ ജീവിതത്തിന് വചനം മാറ്റം നൽകുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനത്തെ നമ്മൾ നിഷ്ഫലമാക്കി കളയുന്നവരായിട്ട് മാറും. ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് ജീവിതത്തിൻ്റെ മാറ്റമാണ്. നമ്മൾ വചനം എഴുതി വായിക്കുമ്പോൾ, വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റമാണ്. ജീവിതത്തിൽ മാറ്റം സംഭവിക്കുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിന് മാറ്റം നൽകപ്പെടാൻ കാരണമായി തീരണം. അതിനാണ് അത് നമ്മൾ സ്വീകരിക്കേണ്ടത്. മനുഷ്യൻ്റെ പൂർണ്ണതയാണ് ദൈവവചന വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും സംഭവിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുക. ഇതുതന്നെയാണ് മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ പറയുന്നതും. നിലത്ത് വീഴുന്ന വിത്തിനെക്കുറിച്ചും വഴിയരികിൽ വീഴുന്ന വിത്തിനെക്കുറിച്ചും പാറപ്പുറത്ത് വീഴുന്ന വിത്തിനെക്കുറിച്ചും നല്ല നിലത്ത് വീഴുന്ന വിത്തിനെക്കുറിച്ചുമൊക്കെ ഈശോ ഉപമയിലൂടെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം നമ്മിൽ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കണമെന്ന് ഈശോ പറയുന്നത്. ജീവിത വ്യഗ്രതകൾ കൊണ്ടും വിശ്വാസക്കുറവ് കൊണ്ടും ജീവിതത്തിൽ നമ്മുടെ വഴിയിലൂടെ നടക്കുന്ന അവസ്ഥകൾ കൊണ്ടും വചനത്തെ നമ്മൾ വ്യർത്ഥമാക്കി കളയരുത്. വചനത്തിന് ജീവൻ നൽകുന്നവരായിട്ട് നമ്മൾ മാറണം. ആ ജീവൻ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ മാറ്റമാണ്. ജീവിതത്തിൻ്റെ മാറ്റം വചനം വായിക്കുമ്പോൾ നമ്മിൽ സംഭവിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകും. കരങ്ങൾ യാചനയോട് പിടിച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ. ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. എല്ലാ അധ്വാന മേഖലകളെയും ആശീർവദിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവർ പോകുന്ന വഴികളെ അനുഗ്രഹിക്കണമേ. ചെയ്യുന്ന കാര്യങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ ഇവരുടെ കൂടെ നിൽക്കണമേ. കർത്താവേ, ഈ ദിവസം ഒരു പരാജയം ഇവരിൽ സംഭവിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ അധ്വാനങ്ങളെയും ഇവരുടെ ജീവിത വഴികളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനത്തിൽ നിന്ന്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, പോകുന്ന വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ. ഈശോയുടെ ശക്തി ഇവരിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.